UDF സർക്കാർ അധികാരമേറ്റെടുത്തതിന് തൊട്ടുപിന്നാലെ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് LDF സർക്കാർ കൊണ്ടുവന്ന കേരയിൽ സിൽവർ ലൈൻ റദ്ദാക്കി എന്നുള്ളതാണ്. അപ്പോൾ സിൽവർ ലൈൻ്റെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് മൂലം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ഭൂവുടമകൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. അവരുടെ ഭൂമി ക്രയവിക്രയങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ അലട്ടിയിരുന്നു. വിവിധയിടങ്ങളിൽ ഇപ്പോഴും സമരപ്പന്തലൊക്കെ സ്ഥാപിച്ചുകൊണ്ട് സമരം തുടരുകയും ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ UDF സർക്കാർ, VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തി ദിവസങ്ങൾക്കകം ആദ്യ തീരുമാനങ്ങളിലൊന്നായി ഈ കേരയിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂവുടമകളെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമായ അല്ലെങ്കിൽ നല്ല ഒരു തീരുമാനമാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഗതാഗത മേഖലയിൽ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളുടെ രംഗത്ത് ബുദ്ധിപൂർവ്വം എടുത്ത ഒരു തീരുമാനമാണോ ഈ കേരയിൽ പാടെ ഉപേക്ഷിക്കുക എന്നുള്ളത്? ഒരു ബദൽ അല്ലെങ്കിൽ സമാനമായ ഒരു ബദൽ പാതയെക്കുറിച്ചുള്ള ആലോചനകൾ UDFനുണ്ടോ? അത് സാധ്യമാണോ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പശ്ചാത്തലത്തിൽ എന്നത് ആദ്യം സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ്, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ്. അന്ന് എതിർത്തതുകൊണ്ട് ഇന്നത് റദ്ദാക്കി എന്നതിനപ്പുറത്തേക്ക് ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ഭാവിയിൽ അതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുമോ ഭാവി തലമുറയിൽ നിന്ന് UDFന്? ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വിജ്ഞാപനം റദ്ദാക്കുകയാണ് ചെയ്തത്. വിജ്ഞാപനം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിട്ടുള്ള ഭൂമിയുണ്ട്, അത് സർവേ ചെയ്ത് ഏറ്റെടുക്കാൻ നിശ്ചയിച്ച ഭൂമി. ആ ഭൂമി അതിൻ്റെ ഭൂവുടമകൾക്ക് വിൽക്കാനോ പണയം വയ്ക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. അവരുടെ ജീവിതം വഴിമുട്ടിപ്പോയിരുന്നു. അപ്പോൾ അതിന് വലിയൊരു ആശ്വാസമാണ് ഈ വിജ്ഞാപനം റദ്ദാക്കുന്നതിൽ ഉണ്ടാകുന്നത്. അവർക്ക് ഇനി ആ ഭൂമി വിൽക്കാം, എന്തും ചെയ്യാം. അങ്ങനെ ആ ഭൂമി ക്രയവിക്രയ അധികാരം ലഭിച്ചിരിക്കുന്നു. അതാണ് ആ വിജ്ഞാപനം റദ്ദാക്കുന്നതിലുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഒരു അതിവേഗ കോറിഡോർ ഞങ്ങളുടെ പരിഗണനയിലുണ്ട് എന്നാണ്. അതിനർത്ഥം ഇപ്പോൾ കേരയിൽ എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോഴും അവിടെ ഉണ്ട്. സിൽവർ ലൈൻ എന്ന അതിൻ്റെ പ്രൊജക്റ്റാണ് റദ്ദാക്കിയിട്ടുള്ളത്. അപ്പോൾ കേരയിൽ എൻ്റെ കീഴിലോ അല്ലാതെയോ ഒരു അതിവേഗ റെയിൽ ഇടനാഴി UDFൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം. അങ്ങനെ ആകുമ്പോൾ തന്നെ കഴിഞ്ഞ LDF സർക്കാർ മുന്നോട്ട് വെച്ച ഒരു RRTS എന്ന സിസ്റ്റം, അതായത് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ പാത, അത് മുമ്പ് വിഭാവനം ചെയ്തിട്ടുള്ള സിൽവർ ലൈനേക്കാൾ കുറേ കൂടി മുടക്കുന്ന പണത്തിന് അനുയോജ്യമായ ഗുണം തരുന്ന ഒന്നാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ജിയോഗ്രഫി നമുക്കറിയാമല്ലോ, ചെറിയ ചെറിയ നഗരങ്ങളാണ്. ത്രൂ ഔട്ട് ഒരു നീണ്ടു കിടക്കുന്ന ഒരു സിറ്റിയാണ് കേരളം ശരിക്കും. ആ സിറ്റിയിൽ ചെറിയ ചെറിയ സബർബുകളെ ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള, ഇപ്പോൾ ഡൽഹി മീററ്റ് റെയിൽവേ ലൈൻ പോലെ ഒരു 150 മുതൽ 200 കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടിക്കാവുന്ന ട്രെയിനുകൾ ഒരു 10-20 സ്റ്റേഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് ഓടിക്കുക, അതാണ് അതിൻ്റെ രീതി. അപ്പം മുമ്പ് സിൽവർ ലൈനെതിരെ ഉയർന്ന ഏറ്റവും വലിയ എതിർപ്പിനുള്ള കാരണം അതിൻ്റെ എംബാങ്ക്മെൻ്റാണ്. ഈ എംബാങ്ക്മെൻറ്റ് വരുന്നതോടുകൂടി കേരളം ഒരു സ്ലോപ്പുള്ളൊരു സ്റ്റേറ്റാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടൊരു സ്ലോപ്പുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പ്രളയം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിസൈൻ ഇതിന് പറ്റില്ല, എൻവയോൺമെൻ്റലി ഫിറ്റല്ല എന്നുള്ളതുകൊണ്ടാണ് ആ എതിർപ്പ് പ്രധാനമായും വന്നത്. അപ്പോൾ RRTS എങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത് വെച്ചാൽ അത് കുറേ കൂടി എലിവേറ്റഡ് രീതിയിലാണ്. അത് വയഡക്റ്റ് പോലെ തൂണുകളിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് എത്രയാവുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ RRTSൻ്റെ ചിലവ് കഴിഞ്ഞ LDF സർക്കാർ കണക്കാക്കിയത് 1.9 ലക്ഷം കോടി രൂപയാണ്. അതുകൊണ്ട് 2 ലക്ഷം കോടി രൂപയുടെ അടുത്താണ്. അതേസമയം തന്നെ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന, മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്ലാനുണ്ട്, പ്രൊജക്റ്റുണ്ട്, സമാനമാണ്, ഏറെക്കുറെ സമാനമാണ്. അതും വയാഡക്റ്റ് വഴിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എസ്റ്റിമേറ്റ് അത്ഭുതകരം എന്ന് പറയട്ടെ 56,000 കോടി രൂപ മാത്രമാണ്. അപ്പോൾ 4 ഇരട്ടിയാണ് സംസ്ഥാന സർക്കാർ വയ്ക്കുന്ന എസ്റ്റിമേറ്റ് എങ്കിൽ ഇദ്ദേഹം പറയുന്ന 56,000 കോടി രൂപയ്ക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ശ്രീധരൻ അത് റെയിൽവേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ശ്രീധരനുമായി UDF കൈകോർത്തി ചിലവ് കുറഞ്ഞ മാർഗ്ഗത്തിലേക്ക് വരുമോ? അതല്ല, നേരത്തെ LDF സർക്കാർ വിഭാവനം ചെയ്തതുപോലെ 2 ലക്ഷം കോടി രൂപയോളം ചിലവ് വരുന്ന ആ പ്ലാനിലേക്ക് പോകുമോ? ഇതൊന്നും അറിയില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു അതിവേഗ റെയിൽപാത അനിവാര്യമാണ്. കാരണം നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ പൂർത്തിയാവും നമുക്കിപ്പോൾ അറിയില്ല. അത് പൂർത്തിയായാൽ പോലും അതിന് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതൽ വാഹന ഗതാഗതം കേരളത്തിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഒന്നിലധികമോ കാറുകളില്ലാത്ത വീടുകളില്ല. മറ്റൊന്ന്, നമ്മുടെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അത് പാസഞ്ചർ ട്രാഫിക് ആണെങ്കിലും ഇനി ഫ്രൈറ്റ് ആണെങ്കിലും ചരക്ക് ഗതാഗതമാണെങ്കിലും. അപ്പോൾ UDFനെ സംബന്ധിച്ച് UDFൻ്റെ പ്രകടന പത്രികയിലും നേരത്തെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തും പറഞ്ഞ ഒരു കാര്യം, ചരക്ക് ഗതാഗതം പൂർണ്ണമായും കോസ്റ്റൽ ഷിപ്പിംഗ് വഴി അല്ലെങ്കിൽ കടലിലൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റോഡിലുള്ള കൺജഷൻ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പുതിയ ആശയമൊന്നുമല്ല, ഒരു 1/4 നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. നമ്മൾ ഈ ഷിപ്പിംഗ് ഉപയോഗപ്പെടുത്തണം, ചരക്ക് ഗതാഗതത്തിന് പാസഞ്ചർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം,
ചരക്ക് ഗതാഗതത്തിന് അനിവാര്യമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം മുമ്പേ ഉണ്ട്. പരിഷത്തൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്ലാനിൽ അതുണ്ടായിരുന്നു. കെ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതേക്കുറിച്ച് പ്രഖ്യാപനമുണ്ട്. യെസ്. അതുപോലെ ഇൻലാൻഡ് നാവിഗേഷൻ. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലൊരു കനാൽ പദ്ധതി ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് സ്ഥലമൊക്കെ ഏറ്റെടുക്കുകയും കാസർഗോഡ് ടു തിരുവനന്തപുരം കനാലുകൾ വഴിയുള്ള ഇൻലാൻഡ് നാവിഗേഷന് വേണ്ടി കനാലുകൾ ബന്ധിപ്പിച്ച് കനാൽ നിർമ്മാണം നടന്നതാണ്. എന്തായാലും ഒരു പിടിയില്ല. ആ കനാലുകൾ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് നമുക്കറിയില്ല. അപ്പോൾ ഈ കനോലി കനാലൊക്കെ അതിൻ്റെ ഇതിൽ വരുന്ന ഒന്നാണ്. കനാലി കനാൽ ഇപ്പോഴും ഒരു മാലിന്യവാഹിനിയായിട്ട് തുടരുകയാണ്. കേക്കനാൽ. യെസ്. അപ്പോൾ ഈ ഇൻലാൻഡ് നാവിഗേഷൻ തന്നെ വി എസ് അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് പുഷ് ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു. അന്നൊന്നും നടന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നില്ല. പിണറായി വിജയൻ്റെ 10 വർഷത്തിന് നടന്നിട്ടില്ല. ഈ ഇൻലാൻഡ് നാവിഗേഷനിൽ UDF ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പൈസ മുടക്കുമോ അത് നമുക്കറിയില്ല. പക്ഷേ കോസ്റ്റൽ ഷിപ്പിംഗ് ഈ പറഞ്ഞതുപോലെ അധികം പണം ചിലവഴിക്കാതെ തന്നെ ഷിപ്പുകൾ മാത്രം മതി, നമുക്ക് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കടലിലൂടെ പോയാൽ മതി. ആ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഈ ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ട് അതിലൂടെ കൊണ്ടുപോകാൻ കഴിയും. വലിയ തോതിൽ തിരക്ക് കുറയ്ക്കാനും കഴിയും. അതോടൊപ്പം തന്നെ ഈ റെയിൽവേ വികസനം അനിവാര്യമാണ്. നമുക്കറിയാം നമ്മുടെ റെയിൽവേ ഇപ്പോൾ തന്നെ കൺജഷനിലാണ്. നിലവിലുള്ള 2 ലൈൻ കൂടാതെ അതിന് സമാന്തരമായി പുതിയ പാത നിർമ്മിച്ചും ഒരു ഓപ്ഷൻ കേന്ദ്ര റെയിൽ ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലുള്ള റെയിൽപാതയ്ക്ക് സമാന്തരമായി പുതിയ പാത 2 ലൈൻ നിർമ്മിക്കുക, അതിലൂടെ അതിവേഗ ട്രെയിൻ ഓടിക്കുക, 150-200 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുക. അതും നടപ്പാക്കാവുന്നൊരു കാര്യമാണ്. നിലവിലുള്ള പാതയുടെ വളവ് നിവർത്തുക, അതിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ എറണാകുളം ടു തിരുവനന്തപുരം വരെയുള്ള റീച്ചിൽ അത് പുരോഗമിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തി പുതിയ 2 പാത കൂടി വന്നു കഴിഞ്ഞാൽ അത് മതി. പുതുതായിട്ട് ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല. ഇപ്പോൾ വയാഡക്റ്റ് വഴിയുള്ള അതിവേഗ പാതയാണെങ്കിൽ നമുക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഈ RRTSൻ്റെ കഴിഞ്ഞ LDF സർക്കാർ മുന്നോട്ട് വെച്ച പ്ലാൻ കുറേ കൂടി നല്ലതാണ്. അതിൻ്റെ ഒരു കാരണം അത് മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായി കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. പ്രധാനമായും വർക്കല, അതുപോലെ തിരുവനന്തപുരം എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട്, ഇങ്ങനെ എയർപോർട്ടുകളുമായിട്ടുള്ള കണക്ടിവിറ്റി അത് ഉറപ്പുവരുന്നുണ്ട്. നിലനിൽക്കുന്ന റെയിൽവേ സംവിധാനമായി കണക്ടിവിറ്റി ഉറപ്പുവരുന്നുണ്ട്. അതായത് ഇതിൻ്റെ സ്റ്റേഷനും മറ്റേതിൻ്റെ സ്റ്റേഷനും ജോയിൻ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ദാവൂദ് സാഹിബ് എപ്പോഴും പറയും, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ബസ് പിടിക്കണമെങ്കിൽ നമ്മൾ വേറെ വഴി നോക്കേണ്ടി വരും. ബസ്സും ട്രെയിനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എയർപോർട്ട് വേറെ ഏതോ സ്ഥലത്തായിരിക്കും. ഇപ്പോൾ കോഴിക്കോട് വരുന്ന ഒരാൾക്ക് കോഴിക്കോട് ട്രെയിൻ വഴി വന്നാൽ എയർപോർട്ടിൽ പോകണമെങ്കിൽ 50 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. അങ്ങനെ ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഡിസൈൻ തന്നെ. ഏറ്റവും നല്ല ഉദാഹരണം നെടുമ്പാശ്ശേരി എയർപോർട്ടിന് തൊട്ടടുത്തോടുകൂടി റെയിൽപാത കടന്നു പോകുന്നുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷനില്ല. മെട്രോ, എന്തുകൊണ്ട് മെട്രോ നെടുമ്പാശ്ശേരിക്ക് നീട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് ഉത്തരവില്ല. അതിൻ്റെ സെക്കൻഡ് ഫേസ് നടക്കുന്നത് കാക്കനാട്ടേക്കാണ്. യഥാർത്ഥത്തിൽ സെക്കൻഡ് ഫേസ് അനിവാര്യമായും വേണ്ടത് എവിടെ നിന്നാണ്? ആലുവ അങ്കമാലി വഴി നെടുമ്പാശ്ശേരിക്കാണ്. അതിൻ്റെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതായിരുന്നു. അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മോശം ആസൂത്രണം നമ്മുടെ ഗതാഗത സംവിധാനത്തെ താറുമാറാക്കിയിട്ടുണ്ട്. അത് കുറേ കൂടി വിദഗ്ധരുടെയൊക്കെ ഒരു ഇൻപുട്ട് എടുത്തുകൊണ്ട് ഒരു നല്ല പ്ലാൻ നടപ്പാക്കിയാൽ UDFന് അതിൽ അഭിമാനിക്കാൻ കഴിയും. കാരണം വലിയ പദ്ധതികൾ നടപ്പാക്കാൻ കുറേ കൂടി മിടുക്കുള്ളത് UDFനാണ്. വലിയ പദ്ധതികൾ അവരാണ് കൂടുതൽ നടപ്പാക്കുക. VD സതീശൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് വരട്ടെ, നമുക്ക് നോക്കാം. ശരി, ദാവൂദ് സാഹിബ്, സിൽവർ ലൈൻ പോലെയുള്ള ഒരു വലിയ പദ്ധതി സാധ്യമാണോ? പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കണ്ടീഷനിൽ UDFനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരവസ്ഥയുണ്ടോ? അല്ല, ഒന്ന് ഈ സിൽവർ ലൈൻ പദ്ധതി LDF സർക്കാരിൻ്റെ പിണറായി വിജയനാണ് മുന്നോട്ട് വെച്ചത്. ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്റ്റായിരുന്നു. അതിനോടുണ്ടായ പ്രതിഷേധവും അല്ലെങ്കിൽ എതിർപ്പിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ആ പ്രോജക്റ്റിനുള്ള എതിർപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത് നടപ്പിലാക്കുന്ന രീതിയിലുണ്ടാകുന്ന പ്രശ്നമാണ്. അങ്ങേറ്റത്തെ എന്താ പറയുക, യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷനും ഇല്ലാതെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ടോ ജനങ്ങളുമായിട്ടോ ഒരു കൺസൾട്ടേഷനും ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരെയും കൂട്ടി വരിക, മതിൽ ചാടിക്കടന്ന് ആളുകളുടെ അടുക്കളയിലും മുറ്റത്തുമൊക്കെ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു പോകും. അപ്പം മഞ്ഞക്കുറ്റി എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ അന്ന് വന്നു. അതുമായി അങ്ങനെ പോലീസുമായിട്ട് ക്ലാഷ് ഉണ്ടാകുന്നു, സംഘർഷം ഉണ്ടാകുന്നു, പോലീസ് മാരകമായിട്ട് മർദ്ദിക്കുന്നു, ജയിലിലടക്കുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ കേരളയിൽ വരും കേട്ടോ എന്ന് തന്നെ നമ്മുടെ രാജാവ് പ്രസംഗിക്കുന്നു. ഇതാണ് ഇതിലെ പ്രശ്നം ഉണ്ടായത്. യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷൻ ആ വിഷയത്തിലുണ്ടായില്ല. അപ്പോൾ അതിൽ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കേരളയിലിനെ എതിർത്ത് രംഗത്ത് വരുന്നത് കേരളയിൽ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ കേരളയിലുമായി ബന്ധപ്പെട്ട് പ്രധാനമായി 5 വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ഇതിൻ്റെ ഇക്കോളജിക്കൽ ഇമ്പാക്റ്റാണ്, പാരിസ്ഥിതിക ആഘാതം, ഫിനാൻഷ്യൽ വയബിലിറ്റി, പിന്നെ ഈ സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റാണ്. മറ്റേ ഇത് സ്റ്റാൻഡേർഡ് ഗേജാണ്. നമ്മുടെ ബാക്കി റെയിലൊക്കെ ബ്രോഡ് ഗേജാണ്. ഒരു നിലക്കുള്ള കണക്ടിവിറ്റി ഉണ്ടാവില്ല. ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കും, ഒരു ഉപകാരമില്ല. പിന്നെ ഈ ഹ്യൂമൻ കോസ്റ്റ്, ഇതൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് അതിനെതിരെ ഉയർന്നു വന്നത്. പക്ഷേ അതിനെതിരെ പ്രതിഷേധമായിട്ട് രംഗത്ത് വരുന്ന ആളുകൾക്ക് ഇതൊന്നുമല്ല വിഷയം. ഇത് ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ, പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമോ, എംപാക്ട്മെൻറ്റ്, നമ്മുടെ
എന്താണ് ജലത്തിൻ്റെ സ്വാഭാവിക സഞ്ചാരത്തെ തടയും, ഇതൊന്നുമല്ല. അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ ഭൂമിയും കിടപ്പാടുമാണ്. എൻ്റെ ഭൂമി നഷ്ടപ്പെടുകയാണ്, എൻ്റെ കിടപ്പാടം നഷ്ടപ്പെടും. നോക്കൂ, കേരളത്തിൽ ഒരാൾ ഒരു 5 സെൻറ്റ് ഭൂമി കൈവശപ്പെടുത്തുക, അതിലൊരു വീട് പണിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ എന്താ സൈഫുവിന് അറിയില്ല. അയാളുടെ ജീവിതമാണത്. അപ്പോൾ അതൊരു ദിവസം കുറച്ച് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരെയും കൂട്ടി വന്നിട്ട് മഞ്ഞക്കുറ്റി അടിക്കുകയാണ്. അയാൾക്ക് അതിൽ ഒരു കാര്യമില്ല. ആ ഭൂമി ബാങ്കിൽ എന്തെങ്കിലും ഒരു ലോണിന് വേണ്ടി വെക്കാൻ പറ്റും, പണയപ്പെടുത്താൻ പറ്റില്ല, ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല. തൻ്റെ ജീവിതത്തിനുമേൽ വന്ന ഒരു എന്താ പറയുക, നെഞ്ചിൽ തറച്ച കല്ലായിട്ടാണ് ഈ മഞ്ഞക്കുറ്റിയെ ഇവർ കാണുന്നത്. അതുകൊണ്ട് അവർ രംഗത്തിറങ്ങി. അവർ അങ്ങേയറ്റത്ത് ക്രോധത്തോടു കൂടി, പ്രതിഷേധത്തോടു കൂടി ഇതിനെതിരെ രംഗത്തിറങ്ങി. അപ്പോൾ അത്തരം പ്രതിഷേധങ്ങളെ ഒരു നിലക്കും മൈൻഡ് ചെയ്തില്ല സർക്കാരോ പാർട്ടിയോ മൈൻഡ് ചെയ്തില്ല. പിണറായി വിജയൻ കേരളയിൽ വരും കേട്ടോ എന്ന് പ്രസംഗിക്കും. ഗോവിന്ദ മാഷ് എന്താണ് തൻ്റെ കോമഡികൾ, എന്താണ് ഉണ്ണിയപ്പം, എന്താണ് എന്തോരു അപ്പം വിൽക്കലും ഈ ജാതി കോമഡി പീസുകളുമായിട്ട് അങ്ങേര് രംഗത്തിറങ്ങി ആളുകളെ വെറുപ്പിച്ചു. അതാണ് അതിൽ സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ വെറുപ്പ് ജനങ്ങൾക്കുണ്ടെന്ന് വി.ഡി. സതീശൻ നന്നായിട്ട് അറിയാം. അതാണ് അദ്ദേഹം ഇപ്പോൾ എൻകാഷ് ചെയ്തിരിക്കുന്നത്. വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് ഡീനോട്ടിഫൈ ആണ് ചെയ്തിരിക്കുന്നത്. അജിംസ് പറഞ്ഞാൽ കേരയിൽ എന്ന് പറയുന്ന പ്രോജക്റ്റോ അല്ലെങ്കിൽ അതൊരു പ്രോഡക്റ്റാണല്ലോ ഒരർത്ഥത്തിൽ, അതില്ലാന്നൊന്നുമല്ല. ഈ അതിന് വേണ്ടിയിട്ടുണ്ടാക്കി ഇറക്കിയ നോട്ടിഫിക്കേഷൻ അത് ഡീനോട്ടിഫൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഡീനോട്ടിഫൈ ചെയ്യുന്നതോട് സംഭവിക്കുന്നതാണ് ഈ ഭൂമിയെല്ലാം സ്വതന്ത്രമായി, ഈ മനുഷ്യർക്ക് ആശ്വസിക്കാം. അവർ സതീശന് വേണ്ടി പ്രാർത്ഥിക്കും, ഈ മനുഷ്യൻ മഹാൻ എന്നവർ പറയും. പക്ഷേ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പ്രതിഷേധത്തിന് ഇറങ്ങിയത്? അവരുടെ ഭൂമി നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ്, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇത് കേരളയിലെ കാര്യത്തിലല്ല, കേരളത്തിൽ ഏത് മെഗാ പ്രോജക്റ്റ് വന്നാലും ഈ പ്രശ്നമുണ്ട്. അത് വി.ഡി. സതീശനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നെങ്കിലും ആ പ്രശ്നം അഭിമുഖീകരിക്കാതെ പോകാൻ പറ്റില്ല. ഇതൊരു ജെന്യൂൻ ഇഷ്യൂ ആണ്. ഇതെങ്ങനെ പരിഹരിക്കും? അപ്പോൾ നമുക്ക് മെഗാ പ്രോജക്റ്റുകൾ വേണ്ടേ? നമുക്ക് കാളവണ്ടി യുഗത്തിൽ നിന്നാൽ പോരല്ലോ, അടുത്ത തലമുറയോട് നമ്മൾ മറുപടി പറയണ്ടേ? കണക്ടിവിറ്റി എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വികസനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം കേരളത്തിൽ എന്താ ചെയ്യുക? ഇതൊരു പ്രശ്നമാണല്ലോ. അതിലിപ്പോൾ പിണറായി വിജയനെ ചീത്ത പറഞ്ഞിട്ടോ അല്ലെ വേറെ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു ഈ ഹാബിറ്റേഷൻ സ്ട്രക്ചർ, ഒരു ആവാസ ഘടനയുണ്ടല്ലോ, അതിനകത്ത് തന്നെ ഒരു ഫണ്ടമെൻ്റലായൊരു പ്രശ്നമുണ്ട്. കേരളത്തിൽ എല്ലായിടവും മനുഷ്യവാസമുള്ള ഇടങ്ങളാണ്. കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ സേഫ്, നോക്കൂ, കോയമ്പത്തൂർ കഴിഞ്ഞ് ഈറോഡേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ നഗരം കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. ഈറോഡ് എത്തുന്നത് വരെ അല്ലെങ്കിൽ സേലം എത്തുന്നത് വരെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. അത് കേരളത്തിന് പുറത്ത് എവിടെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും അല്ലേ? വിദേശത്ത് നോക്കൂ, വിദേശത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇതൊരു ബിഗ് സിറ്റിയാണ്. എല്ലായിടത്തും മനുഷ്യവാസമാണ്, എല്ലായിടത്തും വീടുകളാണ്. ആ ലോകത്തിന് അപൂർവമായുള്ളൊരു പ്രതിഭാസമാണ് ഇങ്ങനെയുള്ള ഒരു ആവാസ ഘടന എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ കാരണം വെച്ചാൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, വെള്ളത്തിൻ്റെ സാർവത്രികമായ ലഭ്യതയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നു. നമുക്ക് വെച്ചാൽ ഒരു വീട്, ഒരു മുറ്റം, ഒരു കോല, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. അതുമൂലം വിട്ട് കളിയില്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിലെ പ്രശ്നവും. അങ്ങനെ പറ്റുമോ ശരിക്കും? എല്ലായിടത്തും വീട്, ഞാൻ ഒരാശയം വെക്കുകയാണ്. വീടുണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ അത് നോട്ടിഫൈ ചെയ്ത ഏരിയകളിൽ മാത്രമേ ആളുകൾ വീട് വെക്കാൻ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥ. ചില കൃഷിക്ക് വേണ്ടി നോട്ടിഫൈ ചെയ്ത ഏരിയകളുണ്ടാവും. അവിടെ എന്താണ്, കൃഷി മാത്രം. പിന്നെ ഇൻഡസ്ട്രിക്ക് വേണ്ടി നോട്ടിഫൈ ചെയ്ത ഏരിയകളിൽ ഇൻഡസ്ട്രി മാത്രം. ഈ നിലയിൽ നമ്മുടെ ഈ പറയുന്ന ഭൂ ഉടമസ്ഥതയിലും ഭൂവിനിയോഗത്തിലും തന്നെ വളരെ ഫണ്ടമെൻ്റലായ മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം എല്ലാ സർക്കാരുകളും അഭിമുഖീകരിക്കും. എല്ലാ വികസന പദ്ധതികളുടെ കാര്യത്തിലുണ്ടാവും. അത് വെറും റെയിൽവേ പ്രോജക്റ്റിൻ്റെ അല്ലെ ഹൈവേ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഒരു ബിഗ് ഇൻഡസ്ട്രി വരണമെന്ന് വിചാരിക്കാം. ഓക്കെ, അത് ഈ എമിഷൻ പുക വിടുന്നതൊന്നുമല്ല. ഒരു വലിയൊരു ഇലക്ട്രോണിക് പ്ലാന്റ് വരിക എന്ന് വിചാരിക്കുക, ചിപ്പുകൾ ഉണ്ടാക്കുന്നൊരു പ്ലാന്റ് വരിക എന്ന് വിചാരിക്കുക. അതിന് ഇത്ര ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ അതിനു വേണ്ടി നോട്ടിഫൈ ചെയ്തെടുക്കാൻ സ്ഥലമില്ല. അപ്പോൾ ആളുകളുടെ താമസത്തിന് വേണ്ടി നോട്ടിഫൈ ചെയ്ത ഏരിയകൾ, ഡിസൈനേറ്റഡ് നൈബർഹുഡുകൾ, അവിടെ ഫ്ലാറ്റുകളോ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളോ വില്ലാ സമുച്ചയങ്ങളൊക്കെ പണിയുക, അവിടെ താമസിക്കുക മനുഷ്യർ. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അതിനായിട്ട് ഡിസൈനേറ്റ് ചെയ്ത ഏരിയകൾ, ഇൻഡസ്ട്രിക്ക് വേണ്ടി ഡിസൈനേറ്റ് ചെയ്ത ഏരിയകൾ, മറ്റു കാര്യങ്ങൾക്ക് ഡിസൈനേറ്റ് ചെയ്ത ഏരിയകൾ. ഇങ്ങനെ നമ്മുടെ ഈ ഹാബിറ്റേഷൻ സിസ്റ്റത്തിൽ തന്നെ ഫണ്ടമെൻ്റലായ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ
ഈ പ്രശ്നം എല്ലാ സർക്കാരും അഭിമുഖീകരിക്കും. പക്ഷേ ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു ചിന്തയോ ആലോചനയോ നമ്മുടെ സംസ്ഥാനത്ത് ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനെ നമുക്ക് കൃഷിഭൂമിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ്, നമുക്ക് കൃഷിഭൂമിയില്ല, നമുക്ക് വ്യവസായ ഭൂമിയില്ല, നമുക്ക് പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ഭൂമിയില്ല, നമുക്ക് ആകെ ഉള്ളത് എന്താ? എന്നാലോട്ട് പ്രൊജക്റ്റും ഇല്ല. അതിലൊരു കാര്യം അടിയുണ്ട്. നമുക്ക് വനഭൂമിയുണ്ട്, തോട്ടഭൂമിയുണ്ട്. അതെ, നമ്മുടെ വനഭൂമി മൊത്തം ടോട്ടൽ ഏരിയയുടെ 26 മുതൽ 30% വരെ വരും, വർദ്ധിക്കുകയും ചെയ്യും. വർദ്ധിക്കുകയും ചെയ്യും. നമ്മൾ ട്രീ കവർ വർദ്ധിക്കുന്നുണ്ട്. അത് വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നിലക്ക് കേരളത്തിൻ്റെ ഒരു ആവാസ ഘടനയെക്കുറിച്ച് തന്നെ ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ പാരിസ്ഥിതികമായിട്ടുള്ള സംഗതി ഉന്നയിക്കുന്ന ആളുകൾ തന്നെ നമ്മൾ വീട് വെക്കുന്നുണ്ടല്ലോ, അത് എല്ലായിടത്തും പോയി വീട് വെക്കുന്നത് പാരിസ്ഥിതികമായിട്ട് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? അതൊരു വിഷയമാണല്ലോ. സർവ്വ ചെരിവുകളിലും സ്ലോപ്പുകളിലും തണ്ണീർത്തടങ്ങളിലും അരുവിക്കരകളിലും എല്ലായിടത്തും പോയി വീട് വെക്കുകയാണ്. അത് വ്യാപകമായി അങ്ങനെ വീട് വെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണ്? അതേക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഗൾഫിൽ അയാൾക്ക് തോന്നിയ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് ഡിസൈനേറ്റഡ് ഏരിയ ഉണ്ട്, ആ ഏരിയകളിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ നിലക്കുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ആലോചനകൾ ആ വിഷയത്തിൽ വേണം. അല്ലെങ്കിൽ ഈ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. രണ്ടാമത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി റെയിൽവേ ഒരു ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ, തടസ്സങ്ങളില്ലാത്ത ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ കേരളത്തിന് ആവശ്യമാണ്. കേരളത്തിനല്ല, വികസനം ആഗ്രഹിക്കുന്ന ഏതൊരു സമൂഹത്തിനും ആവശ്യമാണ്. ആ നിലക്ക് ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലക്ക് കേരളയിൽ നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ അത് നടപ്പിലാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിനെതിരെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾ പ്രധാനമായും ഞാൻ പറഞ്ഞ 5 വിമർശനങ്ങളാണ് അതിൻ്റെ എതിരാളികൾ ഉന്നയിച്ചത്. ഒന്നാമത് എക്കോളജിക്കൽ ഇമ്പാക്റ്റ്, ഈ പാരിസ്ഥിതികമായിട്ടുള്ള, അതേക്കുറിച്ച് സർക്കാർ അങ്ങനെ ഗൗരവത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ എക്കോളജിക്കൽ ഇമ്പാക്റ്റ് എല്ലാറ്റിനും ഉണ്ടാവും, അത് വേറൊരു വിഷയം. പരമാവധി അതിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഹ്യൂമൻ കോസ്റ്റ്, ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ ഏത് പ്രോജക്റ്റ് വന്നാലും ഈ ഹ്യൂമൻ കോസ്റ്റ് ഉണ്ടാവും. 20,000 ആളുകൾ വീടൊഴിയേണ്ടി വരുമെന്നാണ് അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ പഠനം. പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റിയാണ് വന്നൊരു പ്രശ്നം. എത്രയാണ് 64,000 കോടിയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് പ്രാഥമികമായിട്ട് കണക്കാക്കിയത്. അത് പൂർത്തിയാകുമ്പോഴേക്കും 1.25 ലക്ഷം കോടി വരെ ആയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ വൻ തുക ഇൻവെസ്റ്റ് ചെയ്തുള്ള അത്രയും റിട്ടേൺസ് കിട്ടുമോ എന്നൊരു ചോദ്യം. അങ്ങനെ അത്രയും ഈ ഫെയർ ട്രാഫിക് ഉണ്ടാകുമോ, ഇത്ര വലിയ തുക കൊടുത്ത ആളുകൾ ഇത്രയധികം യാത്ര ചെയ്യുമോ എന്നൊരു ചോദ്യം. അതിനുള്ളൊരു മറുപടി എന്ന് വെച്ചാൽ, നോക്കൂ, ഇങ്ങനത്തെ പ്രോജക്റ്റുകളുടെ ഡയറക്റ്റ് റവന്യൂ മാത്രമല്ല അതിലെടുക്കേണ്ടത്. ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് വരുന്നു, ആ ടിക്കറ്റ് വിറ്റിട്ട് കിട്ടുന്ന പൈസ മാത്രമല്ല അതിൻ്റെ ലാഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൊത്തം നമ്മുടെ എക്കണോമിയിൽ തന്നെ അതുണ്ടാക്കുന്ന പലതരം ഗുണപരമായ മാറ്റങ്ങളുണ്ട്. അതുകൂടെ അതിനകത്ത് അതിൻ്റെ കൊളാട്രൽ ബെനിഫിറ്റ് എന്ന് പറയും. ഈ കൊളാട്രൽ ബെനിഫിറ്റ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രോജക്റ്റുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. പിന്നെ ഇത് സ്റ്റാൻഡ് അലോൺ ആണെന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഈ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയായിട്ട് കാണേണ്ടത് മ്യൂച്വൽ കണക്ടിവിറ്റിയാണ്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയിൽ 95% റെയിൽവേ ലൈനുകളും ബ്രോഡ് ഗേജാണ്. പക്ഷേ ഈ റെയിൽവേ കെയർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ഓടുന്നൊരു വണ്ടിക്ക് മറ്റേ ട്രാക്കിൽ കയറാൻ പറ്റില്ല, മറ്റേ ട്രാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, മറ്റേ ട്രാക്കിൽ കൂടി ഓടുന്നൊരു വണ്ടി ഈ ട്രാക്കിലും വരാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാൻഡ് അലോണാണ്. അപ്പോൾ 64,000 കോടി അല്ലെങ്കിൽ 1.25 ലക്ഷം കോടി രൂപ മുടക്കിയിട്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ സ്റ്റാൻഡ് അലോണായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് മണ്ടത്തരാണ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം ഇതിൽ ഈ പറയുന്നതിലൊക്കെ പോയിന്റ് ഉണ്ട്. അവരും പ്രപ്പോസ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ റെയിൽവേ ഇതിനകത്തുള്ള സിഗ്നലിംഗ് സിസ്റ്റം അത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം ആക്കി മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക് എന്നോ മാനുവൽ എന്നോ പറയാവുന്ന അബ്സല്യൂട്ട് ബ്ലോക്ക് സിഗ്നലിംഗ് എന്ന് പറയും. ആ സിസ്റ്റം മാറ്റുകയും ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവരികയും ഈ വളവുകൾ നിവർത്തുകയും ചെയ്താൽ 130 മുതൽ 150 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നാണ് ഇതിനെ കേരളയിൽ എതിർക്കുന്ന ആളുകൾ പറയുന്നത്. കേരളയിൽ പ്രോമിസ് ചെയ്യുന്നത് 200 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള നെറ്റ്വർക്കിനകത്ത് തന്നെ സംവിധാനത്തിനകത്ത് തന്നെ ആവശ്യമായിട്ടുള്ള മിനുക്കു പണികൾ നടത്തിക്കഴിഞ്ഞാൽ കുറേയേറെ മെച്ചമുണ്ടാവും. ഇപ്പോൾ അജിംസ് പറഞ്ഞവരെ ഒരു 3ാം ട്രാക്ക് അല്ലെങ്കിൽ 4ാം ട്രാക്ക് 3ാം ട്രാക്കിനെ കുറിച്ച് സർവേ ഇന്ത്യൻ റെയിൽവേ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഇത്രയും ഭീകരമായിട്ടുള്ള പണം മുടക്കി ഇത്രയും ഹ്യൂമൻ കോസ്റ്റ് ഉണ്ടാക്കി ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് വേണമെന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പക്ഷേ എന്ത് തന്നെയാലും നമുക്കൊരു തടസ്സങ്ങളില്ലാത്ത യാത്രാ ഇടനാഴി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെന്ത് വഴി കാണുന്നു അത് അടുത്ത തലമുറയ്ക്ക് ഉത്തരവാദിത്തമുള്ളൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതേക്കുറിച്ച് ആലോചിക്കുക തന്നെ വേണം. വി.ഡി. സതീശൻ
ഓഫ് കോഴ്സ് ഇന്ന് കയ്യടി മേടിച്ചിട്ടുണ്ട്. നല്ലൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തിൽ ആഹ്ലാദഭരിതരാണ്. പക്ഷെ അതേസമയം കേരളത്തിൻ്റെ ഭാവിയോട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്താണ് പകരം വെക്കാൻ, അല്ല ഏത് നിലക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇക്കോസിസ്റ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കേണ്ടി വരും. യെസ്. അപ്പോൾ സ്റ്റാൻഡ് ലോൺ അല്ലാത്ത ഒരു ബൃഹത് പദ്ധതിയായി കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ മുമ്പ് UDF ആവിഷ്കരിച്ച് കൊണ്ടുവന്നെങ്കിലും അതും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ അന്ന് ഇത്രയും ജനസാന്ദ്രത പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത്. അപ്പോൾ ഇനി പുതിയൊരു കാലത്ത് കേരളിന് പകരം എന്ത് പുതിയ പദ്ധതിയായിരിക്കും VD സതീശൻ സർക്കാർ ആവിഷ്കരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.